ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ്. എയിംസ് ഫാർമസിസ്റ്റ് എക്സാം 2025 ഓൾ ഇന്ത്യ റാങ്ക് 3 എനിക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു. സോ ആ ഒരു എക്സാമിന് ഞാൻ എന്തൊക്കെ സ്മാർട്ട് സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്തിരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഒരു എയിംസ് ഫാർമസിസ്റ്റ് എക്സാമിനൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയാസ്, ഈ 10 സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങളിത് വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നമ്മൾ ഒത്തിരി MCQ സീരീസ്, ഗവൺമെൻറ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള MCQ സീരീസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജോബ് അപ്ഡേറ്റ്സും കേരളത്തിനകത്തും പുറത്തൊക്കെ ഉള്ള ജോബ് അപ്ഡേറ്റ്സും ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ഫാർമഡി ഗ്രാജുവേറ്റ് ആണ്. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഫാർമക്കോ വിജിലൻസ് അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്നത് ഞാൻ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടീനെയും വെച്ചിട്ടാണ്. ഓക്കെ, സോ എൻ്റെ ഒരു എനിക്കൊരു മോളുണ്ട്. ആ മോളെയും കൊണ്ടാണ് ഞാനൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതുപോലെ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ ഒരു ഗവൺമെൻറ് എക്സാം എന്ന് പറയുന്നതും എയിംസ് എക്സാം തന്നെയാണ്. എയിംസ് എക്സാം നമ്മുടെ ഫെബ്രുവരിയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, 2024 എയിംസ് എക്സാം. ആ ഫെബ്രുവരി എക്സാമാണ് ആദ്യത്തെ എൻ്റെ ഒരു ഗവൺമെൻറ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. കേരള PSCയുടെ എക്സാമൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു എക്സാമാണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത്. ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ നമുക്കറിയാലോ എയിംസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്. ആ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1 മന്ത് ടൈമേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. മാക്സിമം ഒരു 1.25 മാസം നമുക്ക് കിട്ടും. ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് എക്സാം വരും, പെട്ടെന്ന് റിസൾട്ട് വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. സോ ഒരു എക്സാം നമുക്ക് ജനുവരി ലാസ്റ്റ് എങ്ങാണ്ട് ആ സമയത്താണ് നോട്ടിഫിക്കേഷൻ വന്നത്. അത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ അപ്ലൈ ചെയ്തു. ഫെബ്രുവരി ടൈമിൽ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഫെബ്രുവരി 26 25 അങ്ങനെ എന്തോ ആയിരുന്നു എക്സാം നടന്നിരുന്നത്. സോ ആ ഒരു സമയത്ത് എനിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ എല്ലാ സബ്ജക്റ്റും വായിച്ച് പഠിച്ച് ഇങ്ങനെ പോകും. പക്ഷേ അതിന് വേണ്ടി ആ ഒരു പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള MCQs ഒന്നും ട്രൈ ചെയ്ത് കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റേണ്ടായില്ല. ആ ഒരു സമയത്ത് നമുക്ക് എക്സാം കേരളത്തിൽ വെച്ചാണ് സെൻറ്റർ വന്നിരുന്നത്. സോ ഞാൻ കേരളത്തിലല്ല ഇപ്പോൾ താമസിക്കുന്നത്. ഓക്കെ, സോ ഉത്തർപ്രദേശിലാണ് താമസിക്കുന്നത്. അവിടുന്ന് നമ്മൾ ട്രെയിന് വന്ന് എക്സാം 2 ദിവസം മുന്നേ ട്രെയിനാണ് വന്നത് നാട്ടിലേക്ക്. ട്രെയിന് വന്ന് ഇറങ്ങി. പിന്നെ കുട്ടിക്ക് ആ സമയത്ത് വയ്യാതെ, അങ്ങനെ കുറച്ച് തടസ്സങ്ങൾ വന്നു. അതുകൂടാതെ തന്നെ നമ്മൾക്ക് എക്സാമിനും അതുപോലെ തന്നെ എല്ലാം പഠിച്ചു എന്നല്ലാതെ ഒന്ന് റിവൈസ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റണ്ടായില്ല. സോ ഞാൻ എക്സാമിന് പോയിരുന്നപ്പോൾ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം, പക്ഷെ അതിൻ്റെ ആൻസർ എക്സാക്റ്റായിട്ട് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. സോ ആ ഒരു എക്സാമിന് എനിക്ക് 361ാമത്തെ റാങ്കായിരുന്നു കിട്ടിയിരുന്നത്. അതിനുശേഷം ഞാൻ RRBയുടെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. RRBയുടെ എക്സാമിന് നമ്മൾ ചെന്നൈ ഓപ്ഷനാണ് വെച്ചിരുന്നത്. അതിന് 31 വേക്കൻസി ഉണ്ടായിട്ടുള്ളൂ. അതും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. സോ ഞാൻ വിചാരിക്കുന്ന എല്ലാം ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു എക്സാമൊന്നും ഇത്ര ക്രാക്ക് ചെയ്ത് ഒരു നല്ല റാങ്ക് സെക്യൂർ ചെയ്തിട്ട് വരാൻ പറ്റാത്തതെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. സോ കാരണം നമ്മൾ 361ാമത്തെ റാങ്ക് കിട്ടിയാൽ പോലും ഞാൻ ജനറൽ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് നമുക്ക് ജോബിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റണ്ടായില്ല ആ ഒരു സമയത്ത്. സോ നമുക്ക് നല്ലൊരു മുന്നിലോട്ടുള്ള റാങ്ക് ആവശ്യമായിട്ട് വന്നു. എക്സാമിന് നമുക്ക് മുന്നിലോട്ടുള്ള റാങ്ക് വേണം ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്താണ് ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് എനിക്കത് ഈസിയായിട്ട് എത്താൻ പറ്റാത്തതെന്നുള്ളത് നോക്കി ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ ഈ പ്രാവശ്യം യൂസ് ചെയ്തത്. സോ ഈ പ്രാവശ്യം ഇതുപോലെ തന്നെ നമുക്കറിയാം ഒരു മാസം സമയം ഉണ്ടായിട്ടുള്ളൂ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരു മാസം സമയം ഉണ്ടായുള്ളൂ. ആ ഒരു മാസം ഞാൻ മാക്സിമം പഠിച്ചു. കുറേ ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചത്. സോ അങ്ങനെയാണ് എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 3 സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. സോ എൻ്റെ ഈ ഒരു സക്സസ് സ്റ്റോറിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് എന്നെക്കുറിച്ചൊന്ന് ചെറുതായി ഡിസ്കസ് ചെയ്തെന്ന് മാത്രം എൻ്റെ ഒരു സ്റ്റോറി. ഓക്കെ, സോ നമുക്കിനി നമ്മുടെ ഓരോ സ്ലൈഡ്സിലൂടെ ഞാൻ ഓരോരോ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ,
സോ ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ എന്ത് എക്സാം പോയാലും, എന്ത് എക്സാം ട്രൈ ചെയ്യാൻ പോയാലും, നിങ്ങൾ ആദ്യം തന്നെ അണ്ടർസ്റ്റാൻഡ് എക്സാം പാറ്റേൺ, എക്സാമിൻ്റെ പാറ്റേൺ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. സോ ഇവിടെ നമ്മൾ എയിംസിൻ്റെ എക്സാമിൻ്റെ കാര്യമാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു എക്സാമിന് നമുക്കറിയാം 100 MCQs ആണ് നമുക്കുള്ളത്. ഓക്കെ, 100 MCQs ഉണ്ട്. 90 മിനിറ്റ് ടൈമാണ് നമുക്ക് തരുന്നത് അല്ലേ. സോ നമുക്കറിയാം നമുക്കിതിൻ്റെ സെക്ഷൻ 20 ക്വസ്റ്റ്യൻസ് ആദ്യം ഒരു സെറ്റ് വരും, പിന്നെ 20 ക്വസ്റ്റ്യൻസ് വരും, പിന്നെ 20 ക്വസ്റ്റ്യൻസ് വരും, പിന്നെ 20 ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു 5 സെറ്റായിട്ടാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ 4 സെറ്റ് നമുക്കറിയാം, ഒരു ഫാർമ പോർഷൻ ആയിരിക്കും 4 സെറ്റ് നമുക്ക് വരിക. അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് സെറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് 20 ക്വസ്റ്റ്യൻ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ഫാർമ പോർഷനും ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, സോ അതാണ് എക്സാമിൻ്റെ ജനറൽ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇവിടെ ഓക്കെ, നമുക്കിപ്പോൾ ഫസ്റ്റ് സെറ്റ്, അതായത് 20 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റ് വന്നല്ലോ, അതിന് 18 മിനിറ്റ് ടൈമോ ആണ് നമുക്ക്. അതിന് ടോട്ടൽ 90 മിനിറ്റാണ് ഡിവൈഡ് ചെയ്ത് വരും. ഓക്കെ, 18 മിനിറ്റ് സംതിങ് ആണ് വരിക. സോ ഓക്കെ, ആ ഒരു ടൈം വന്നു കഴിയുമ്പോൾ ഈ 20 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് അങ്ങ് പോയി കഴിഞ്ഞു, നെക്സ്റ്റ് സെറ്റിലേക്ക് നമ്മൾ പോയി. പിന്നെ നമുക്ക് തിരിച്ച് പഴയ ഇതിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. സോ അങ്ങനെ 20 ക്വസ്റ്റ്യൻ്റെ സെറ്റായിട്ട് 5 സെറ്റായിട്ട് നമുക്ക് അങ്ങനെ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു സിലബസ് നമ്മൾക്ക് നോക്കുമ്പോൾ, നമുക്ക് ഓൺലൈനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ജോധ്പൂർ എയിംസിൻ്റെ ഒരു സിലബസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിലൊന്നും നമ്മൾക്ക് ചില സബ്ജക്റ്റുകൾ ലൈക്ക് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് പോലത്തെ ഒരു സബ്ജക്റ്റൊന്നും നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. സോ ഞാൻ അത് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ആ ഒരു സിലബസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് അനാലിസിസോ സബ്ജക്റ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനും വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നത് ഒരു വാസ്റ്റ് സിലബസാണ് ഇതിൻ്റേത്. നമുക്ക് മിക്ക സബ്ജക്റ്റും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മേജർ സബ്ജക്റ്റുകൾ ശരിക്കും നോട്ട് ചെയ്തിട്ട് തന്നെ പോവുക. ഓക്കെ, സോ നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടർ കേരള PSC ഡ്രഗ് ഇൻസ്പെക്ടർ അനലിസ്റ്റിൻ്റെ സിലബസ് ഇല്ല, ആ ഒരു സിലബസൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു മേജർ സബ്ജക്റ്റുകൾ കവർ ചെയ്തിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കതിൽ എക്സാക്റ്റ് സിലബസ് ഇതിൽ പറയാനായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റിൻ്റെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, നമുക്കിതിൽ ഒരു ആൻസർ കറക്റ്റ് ചെയ്താൽ നമുക്ക് 4 മാർക്കാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഓക്കെ, അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് വരിക. സോ ഫസ്റ്റ് എക്സാം ഞാൻ ട്രൈ ചെയ്യാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ച് 4 മാർക്ക് കിട്ടും, 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്നാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കേസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിൽ, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ അറിഞ്ഞില്ലെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. സോ ആ ഒരു കേസാണ് വരുന്നത്. നിങ്ങൾ നെഗറ്റീവ് മാർക്ക് മാക്സിമം അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി തന്നെ നമ്മൾ എക്സാമിന് നോക്കുക കേട്ടോ. നെഗറ്റീവ് മാർക്ക് വരുമ്പോൾ നമ്മുടെ റാങ്ക്, ശരിക്കും നെഗറ്റീവ് മാർക്കാണ് നമ്മുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ. ഓക്കെ, സോ അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ. അതുപോലെ തന്നെ ഇതിലൊരു മേജർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോകണം. നമുക്ക് ഒത്തിരി സബ്ജക്റ്റുകളുള്ള ഒരു എക്സാമാണ് അല്ലേ. സോ ഇതിൻ്റെ മേജർ സബ്ജക്റ്റുകൾ ഞാൻ പറയുന്നത്, ഫസ്റ്റ് സബ്ജക്റ്റായിട്ട് പറയുന്നത് ഫാർമക്കോളജി തന്നെയാണ് എയിംസിൻ്റെ ഏറ്റവും മേജർ സബ്ജക്റ്റുകൾ. പിന്നെ രണ്ടാമത്തത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, മൂന്നാമത്തത് ഫാർമസ്യൂട്ടിക്സും, മൂന്നാമത്തത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയാണ് ഇതിൻ്റെ ഒരു മേജർ സബ്ജക്റ്റായിട്ട് വരിക. സോ ഈ ഒരു 3 സബ്ജക്ട്സാണ് ഏറ്റവും മേജറായിട്ട് വരുന്നതെന്നാണ് ഞാൻ പറയുക. പിന്നെയുള്ളത് ഫാർമക്കോഗ്നോസി, ജൂറിസ്പ്രുഡൻസ്, ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, HAP, ഇതൊക്കെയാണ് ബാക്കിയുള്ള സബ്ജക്റ്റായിട്ട് നമുക്ക് വരിക. സോ സം മൈനർ സബ്ജക്റ്റുകളും ഇതിൽ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇത്രയും സബ്ജക്റ്റുകളാണ് ഇതിൽ മേജർ സബ്ജക്റ്റുകൾ, നിങ്ങൾക്ക് മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ട മേജർ സബ്ജക്റ്റുകൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പ്രീവിയസ് ഇയർ എയിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ നോക്കുക. ഇപ്പം ഞാൻ എയിംസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും എയിംസ് എന്ന് പറയുന്നത്. നിങ്ങൾ RRBക്ക് ട്രൈ ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഒരു ഫാക്ടറായിട്ട് വരുന്നത്. ഓക്കെ, എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ഫാർമക്കോളജി സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, 26 ക്വസ്റ്റ്യൻ മിനിമം ഫാർമക്കോളജി സബ്ജക്റ്റിൽ നമുക്ക് വരുന്നുണ്ട്. അതിൽ ഫാർമസ്യൂട്ടിക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള ഡേറ്റയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഫാർമസ്യൂട്ടിക്സിന് 22 ക്വസ്റ്റ്യൻസ് നമുക്ക് കൂട്ടാം. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ഒരു 12 ക്വസ്റ്റ്യൻസ്, ഓക്കെ 12 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫാർമക്കോഗ്നോസിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് പറയാം. ബാക്കിയുള്ള ഈ സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നപ്പോൾ 80 ക്വസ്റ്റ്യൻസ് 80 ക്വസ്റ്റ്യനും വന്നിരുന്നത് ഫാർമക്കോളജി സബ്ജക്റ്റിൽ നിന്നാണ്. ഓക്കെ, സോ അപ്പോൾ ഒരു വേരിയേഷൻ ചിലപ്പോൾ വരാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ പ്രീവിയസ് ഇയർ ഒരു 3-4 കൊല്ലത്തെ എയിംസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്കൊരു ആവറേജ് സ്കോർ വരുന്നത് ഈ ഒരു ഡേറ്റ അനുസരിച്ചാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഫാർമക്കോളജിയാണ്, പിന്നെ ഫാർമസ്യൂട്ടിക്സ് ആണ്. ഈ 3, അതായത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റ് നമുക്ക് ക്ലിയർ ചെയ്താൽ തന്നെ ഒരു 50 എബോവ് അല്ലേ, ഒരു 50യോട് അടുത്തിട്ടുള്ളൊരു, നമുക്ക് എന്താ പറയുക, 50യോട് അടുത്തിട്ടുള്ളൊരു മാർക്ക് ആ ഒരു സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. സോ നമ്മളതൊക്കെ മനസ്സിലാക്കിയപ്പോൾ, അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഈ
സബ്ജക്റ്റുകൾക്കാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഏറ്റവും ബാക്കിയുള്ള മൈനർ സബ്ജക്റ്റ് സമയം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് സമയം കൊടുക്കണം. ബട്ട് ഈ മേജർ സബ്ജക്റ്റിന് കൊടുക്കുന്ന അത്രയും ടൈം തന്നെ നമുക്ക് മൈനർ സബ്ജക്റ്റിന് കൊടുക്കണം എന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സെക്യൂർ ചെയ്യണം, നമുക്ക് റാങ്കിന് മുന്നോട്ട് പോയാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ റാങ്ക് സെക്യൂർ ചെയ്യണം. അപ്പോൾ നമ്മൾ മേജർ സബ്ജക്റ്റിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, മൈനർ സബ്ജക്റ്റിൽ ടൈം കൊടുക്കുക. ബട്ട് അത് മേജറിൻ്റെ അത്രയല്ല, കുറച്ച് കൊടുത്ത് ഫോക്കസ് ചെയ്ത് പോവുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം. എക്സാം പാറ്റേൺ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ RRB എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങളത് നോക്കിയിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവുക. അടുത്ത കാര്യം, ഫോക്കസ് ഓൺ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ്. നമ്മൾ പറഞ്ഞു ഹൈ വെയിറ്റേജ് സബ്ജക്റ്റുകൾ അല്ലേ, ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി അങ്ങനെയുള്ളത്. പിന്നെ ജൂറിസ്, കോഗ്നോസി, അതുപോലെ തന്നെ എന്താണ് ബയോ കെമിസ്ട്രി, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകളുടെയും നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫാർമക്കോളജി സബ്ജക്റ്റ് എടുത്തു അല്ലേ, ഇതിൽ നമുക്ക് ഒട്ടും തന്നെ വിട്ട് കളയാൻ പറ്റാത്ത കുറച്ച് ടോപ്പിക്കുകളുണ്ടായിരിക്കും. ആ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാ സബ്ജക്റ്റുകളും എല്ലാ എക്സാമും ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അങ്ങനത്തെ ടോപ്പിക്കുകൾ നിങ്ങൾ ഒട്ടും വിട്ട് കളയാൻ പറ്റില്ല. ആ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് തന്നെ പോവുക. സോ എക്സാം അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യണമല്ലോ. സോ ഇതിൽ ജസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫാർമക്കോളജിയിലെ ADR, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, ഇതിനെക്കുറിച്ച് എപ്പോഴും എല്ലാ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. അതുപോലെ തന്നെ റിസപ്റ്റേഴ്സ്, എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റിസപ്റ്റേഴ്സിനെ കുറിച്ച് കാണാൻ പറ്റും. ലൈക്ക് ലിഗാൻകേറ്റഡ്, ചിലപ്പോൾ NMDA ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ്, അങ്ങനെ എടുത്തെടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. മസ്കാൻ റിസപ്റ്റേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ GABA A ടൈപ്പ് ഏതാണ്, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റിസപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ADR, അതുപോലെ തന്നെ എന്താണ്, ചിലപ്പോൾ ഇൻട്രാക്ഷൻസ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും, ഡ്രഗ് ഇൻട്രാക്ഷൻസ്. അതുപോലെ തന്നെ ANS ഡ്രഗിലെ ANS ഡ്രഗിനെ കുറിച്ചും CNS ഡ്രഗ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ, ഈ ക്ലാസിഫിക്കേഷൻസ് ഒന്നും നമുക്ക് കളയാൻ പാടില്ല. അതുപോലെ ഏത് ഡ്രഗ് എടുത്താൽ പോലും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്കറിയാം, നമുക്ക് PSC എക്സാം ആണെങ്കിലും ഏതൊരു എക്സാമാണ് ക്ലാസിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഡ്രഗ് ആൻഡ് ആക്റ്റീവ് മെറ്റബോളൈറ്റ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ പോവുക. സോ കുറേയും നമുക്ക് ഇമ്പോർട്ടൻസ് ക്ലിനിക്കൽ ട്രയൽസ്. ഓക്കെ, ക്ലിനിക്കൽ ട്രയലിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന ഒരു പോർഷനാണ് ക്ലിനിക്കൽ ട്രയലുകൾ. ഓക്കെ, അടുത്ത ഒരു കാര്യം, ഫാർമസ്യൂട്ടിക്സ് എടുക്കുകയാണെങ്കിലോ ടാബ്ലറ്റ്, ക്യാപ്സൂൾസ്, പാരൻട്രൽസ്, എയറോസോള്, സപ്പോസിറ്ററീസ്, സെമിസോളർ പ്രിപ്പറേഷൻസ്, റിയോളജി, വിസ്കോമീറ്റർ, TDDS സിസ്റ്റം, അതുപോലെ മൈക്രോമെട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജൂറിസ്പ്രുഡൻസ് എടുക്കുമ്പോൾ ഡ്രഗ് ഷെഡ്യൂൾസ്, ഫോംസ് ആക്ട്, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഷെഡ്യൂൾസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഫോമിൽ നിന്ന് ഉറപ്പായിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്താണ് ഷെഡ്യൂൾ K എങ്ങാണ്ടാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഷെഡ്യൂൾ K ആയിരുന്നു ചോദിച്ചിരുന്നത്. ഡെറ്റോൾ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നു എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങൾ ഷെഡ്യൂൾ K ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷെഡ്യൂൾ O, അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കുക. ഡിസ്ഇൻഫെക്റ്റൻ്റെ അതൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. സോ അതുപോലെ ബയോകെമിസ്ട്രിയിൽ നമുക്ക് നോക്കുമ്പോൾ എൻസൈംസ് ഉണ്ടായിരിക്കും. എൻസൈംസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. വൈറ്റമിൻസിനെ കുറിച്ച് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈക്കിൾസ് ഉണ്ടായിരിക്കും. ലൈക്ക് ക്രബ് സൈക്കിൾ, അതുപോലെ തന്നെ എന്താ ഗ്ലൈക്കോലൈസിസ് സൈക്കിൾ, അങ്ങനത്തെ സൈക്കിളൊക്കെ എത്ര നമ്പർ ഓഫ് ATPs പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ്സുകളൊക്കെ ഇല്ലേ, ഇൻ്റർമീഡിയറ്റ് എൻസൈംസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഓഫ് റിയാക്ഷൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ അത് എവിടെ വെച്ച് നടക്കുന്നു, ലൈക്ക് മൈറ്റോകോൺട്രിയാണോ അതോ സൈറ്റോപ്ലാസം ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. സോ HAP എന്ന് പറയുമ്പോൾ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി. HAP എടുക്കുകയാണെങ്കിലോ നമുക്ക് ഓരോ സിസ്റ്റം, അതായത് എന്താണ് ഹാർട്ട്, കാർഡിയോവാസ്കുലർ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്, നെർവസ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്, ടിഷ്യൂസ്, സെൽസ്, മസിൽസ്, സ്കെലിറ്റൽ സിസ്റ്റംസ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒത്തിരി ടോപ്പിക്കുകൾ, അതായത് ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകൾ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോവുക. അതൊട്ടും തന്നെ പഠിക്കാതെ പോകരുത് കേട്ടോ. എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോവുക. അത് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, സോ അതാണ് അടുത്തൊരു കാര്യം. നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും നമുക്ക് ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ഒരു കാര്യം, ഫേസ് സ്റ്റഡി പ്ലാൻ, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതിനെ കേട്ടോ. കാര്യം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കൺസെപ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കണം, കൺസെപ്റ്റ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, എനിക്ക് ഫസ്റ്റ് എക്സാമിന് മിസ്സായിട്ടുള്ള കാര്യവും അത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഞാൻ പറയുന്നത്, ഒന്ന് MCQ പ്രാക്ടീസ്. നിങ്ങൾ ഉറപ്പായിട്ട് MCQ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക കേട്ടോ. രണ്ടാമത്തെ കാര്യം, റിവൈസ് ചെയ്യുക, റിവിഷൻ നടത്താനുള്ള നമ്മൾ ശ്രമിക്കണം. മോക്ക് ടെസ്റ്റുകൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം MCQ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എയിംസിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ MCQ തന്നെ
എടുത്ത് പഠിച്ചിട്ട് തന്നെ പോകണം, അത് നോക്കിയിട്ട് തന്നെ പോകണം. കാരണം അത് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിൽ മാക്സിമം MCQs ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ ഒത്തിരി ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഒത്തിരി ടൈം എടുത്തിട്ടൊന്നുമല്ല ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഈ വർഷം തന്നെയാണ് എൻ്റെ എക്സാമും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, MCQs ഒക്കെ ഞാൻ നോക്കുമായിരുന്നു. ഈ ഒരു ഫസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് MCQ നോക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായില്ല. സോ അതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഒത്തിരി നമ്മുടെ ഹിന്ദി GDC ചാനൽ, ഫാമ MCQ അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ചാനലുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ MCQs നമ്മുടെ ടോപ്പിക് വൈസ് നമ്മൾ നോക്കി എഴുതി ഞാനൊരു ബുക്കിൽ വെച്ചിട്ടുണ്ട്. സോ അതിൽ MCQs എല്ലാം ഞാൻ മാക്സിമം ഇപ്പോൾ പിന്നീട് നോക്കുമായിരുന്നു. ഒരു ബുക്ക് തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. കാരണം നമുക്കൊരു എക്സാം പാറ്റേൺ മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് എക്സാമിന് കാണുമ്പോൾ ഈസിയായിട്ട് മനസ്സിലാക്കാനും ഒരു ഐഡിയ കിട്ടാനൊക്കെ നമുക്ക് MCQ പ്രാക്ടീസ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് ഒത്തിരി. നമ്മുടെ GDC ഫാർമസി ചാനലിലൊക്കെ മോക്ക് ടെസ്റ്റുകൾ ടെലിഗ്രാമിൽ കൂടെയൊക്കെ നടത്തുന്നുണ്ട്. സോ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എത്ര മാർക്ക് കിട്ടുന്നു, അവിടെ എവിടെയാണ് വീക്ക് ഏരിയാസ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ റിവിഷൻ ഉറപ്പായിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തണം കേട്ടോ. അത് മസ്റ്റാണ് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ ആദ്യം കുറച്ച് ദിവസം ഇപ്പോൾ ഒരു 1.25 മാസം കിട്ടുവാണെങ്കിൽ ആദ്യത്തെ 20 days നമ്മൾ പഠിക്കുക, പിന്നെ 10 ദിവസം റിവൈസ് ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകുക. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റുള്ളൂ എക്സാമിന് ചെല്ലുമ്പോൾ. ആ റിവിഷൻ ദാറ്റ് ഈസ് വെരി മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് കേട്ടോ. അതുപോലെ സോൾവ് പ്രീവിയസ് ഇയർ MCQs ഉറപ്പായിട്ട് സോൾവ് ചെയ്യണം. എയിംസിൻ്റെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ESIC RRB ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. കാരണം നമുക്കൊരു ഐഡിയ കിട്ടാൻ. എയിംസിൻ്റെ ഭുവനേശ്വർ, ഡൽഹി, പട്ന അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ RRB ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, അതിലെന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ നോൺ ഫാർമ പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല 20 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു ഐഡിയ കൂടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നോൺ ഫാർമ പോർഷൻ നമുക്ക് പറയാട്ടോ ഞാൻ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അതിൻ്റെ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതുപോലെ തന്നെ വീക്ക് ഏരിയാസ് നമ്മൾ പറഞ്ഞില്ലേ, മോക്ക് ടെസ്റ്റും കാര്യങ്ങളും നടത്തുമ്പോൾ വീക്ക് ഏരിയാസ് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഏത് ഏരിയാസാണ് കൂടുതൽ ഒരു ഐഡിയ ഇല്ലാത്തത്, ആ ഒരു ഏരിയയിൽ കൂടുതൽ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മുടെ ഉത്തരം തെറ്റിപ്പോയെന്ന് വിചാരിക്കുക, ആൻസർ തെറ്റിപ്പോയെങ്കിൽ നമ്മളത് അവർ കറക്റ്റ് ചെയ്ത് അടിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ആൻസർ മോക്ക് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ചാനലിൽ കയറുക GDC ഫാർമയിലോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അവർക്കൊക്കെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വീക്കായുള്ള ഏരിയ ഏതാണെന്നുള്ളത്. ആ ഒരു ഏരിയയിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, സോ ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങണം കേട്ടോ. എയിംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് വായിച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സാം സെൻട്രൽ ഗവൺമെൻറ് എക്സാമൊക്കെ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമാണ് ആ സമയത്ത് നിങ്ങൾ ഒരു മാസത്തിലുള്ള നമ്മൾക്ക് ജസ്റ്റ് നോക്കാനേ പറ്റുള്ളൂ. ആ സമയത്ത് ഇതൊന്നും നോട്ടും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു വരില്ല. സോ ഇപ്പം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്കുകൾ ഫോളോ ചെയ്യുക. ചില ടെക്സ്റ്റുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ MCQ കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കിക്കഴിയുമ്പോൾ ചില ഉത്തരങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതല്ലല്ലോ ആൻസർ, വേറൊരു ഓപ്ഷൻ നോക്കുമ്പോൾ അതാണല്ലോ ആൻസർ നമുക്ക് തോന്നും. അപ്പം നമ്മൾ ഇവർ പറഞ്ഞിട്ടുള്ള അതേ ആൻസർ പഠിച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല. നമുക്കൊരു ഇതുണ്ടാവല്ലോ, നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതല്ലല്ലോ ആൻസർ, ഇത് വേറെ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ബുക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ പോകും. അപ്പം നമുക്ക് അങ്ങനെ പല ഉത്തരങ്ങളും അവർ കൊടുത്തതും തെറ്റായിരിക്കും, നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്ക് തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലൊന്ന് അറ്റ്ലീസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ പോവുക കേട്ടോ. അത് അവർ എല്ലാം നമ്മൾ ഈ വാങ്ങുന്ന ടെക്സ്റ്റിലൊക്കെ പറയുന്നത് എല്ലാം ഞാൻ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് ബുക്ക് അല്ല കേട്ടോ. നമ്മൾ MCQനും പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് കുറേ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ടെക്സ്റ്റ് അവർ ബ്ലൈൻഡായിട്ട് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു തെറ്റോ കാര്യങ്ങളോ തോന്നുവാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കോ ഗൈഡോ ഒക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, അടുത്തൊരു പോയിന്റ്, റിവൈസ് സ്മാർട്ട്ലി. ഉറപ്പായിട്ടും റിവിഷൻ വേണം. ഞാൻ പറയണേ 100% റിവിഷൻ അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുന്നു, അതിനുശേഷം ഞാൻ പറയണേ ഇപ്പോൾ ഒരു എക്സാം പറയണം, നമ്മൾ ഫസ്റ്റ് സപ്പോസ് ഒരു 40 days നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു 40 days ഉണ്ട്. സോ ആ ഒരു ഡേയ്സിൽ നമ്മൾ ഒരു 20-25 days നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, 20-25 days നമ്മൾ വായിക്കുക. എക്സാമിന് നോട്ട്സൊക്കെ ഓരോ സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുക.
അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളൊരു 15 ഡേയ്സ്, ഓക്കെ 15 ഡേയ്സ് കിട്ടിയില്ലെങ്കിൽ 13 to 50 ഡേയ്സ് എങ്കിലും നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ഞാൻ റിവൈസ് ചെയ്യുക. സോ ആ റിവിഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും മേജർ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, ലൈക്ക് ഫാർമസ്യൂട്ടിക്സ്, ഫാർമക്കോളജി അല്ലേ. സോ ആദ്യം നിങ്ങൾ റിവൈസ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈ ഒരു ദിവസമായപ്പോൾ നമ്മളെല്ലാം ഒന്ന് വായിച്ചു കഴിഞ്ഞു എന്ന് വയ്ക്കുക. സോ അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ റിവിഷൻ നടത്തുമ്പോൾ ഏറ്റവും മൈനർ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ, ലൈക്ക് ഇപ്പോൾ സപ്പോസ് ഞാൻ അതായത് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള സബ്ജക്റ്റുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അങ്ങനത്തെ ലൈക്ക് സബ്ജക്റ്റുകൾ ക്ലിനിക്കൽ ഫാർമസിയോ ഒക്കെ നമുക്ക് കേട്ടാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാവുമല്ലോ. ക്ലിനിക്കൽ ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസി, ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ആദ്യം ഒന്ന് വായിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ കൂടി പിന്നെ ബയോകെമിസ്ട്രീസ് നിന്ന് ക്വസ്റ്റ്യൻ വരാട്ടോ, അതും ഓർത്തിരിക്കണം. പിന്നെ ഓക്കെ വായിച്ചു പോകാം. പിന്നെ HAP, അതുപോലെ തന്നെ എന്താണ് ഫാർമക്കോഗ്നോസി, ജൂറിസ്പ്രുഡൻസ്, അങ്ങനെയൊക്കെ വായിച്ച് ലാസ്റ്റ് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് വായിക്കുക, നമുക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റുകൾ കെമിസ്ട്രി, ഓക്കെ, അതുപോലെ സ്ട്രക്ചറൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സൂട്ടിക്സ്, കോളജി, ഇങ്ങനെ വായിക്കാം. സോ ഇങ്ങനെ വായിക്കുമ്പോൾ എന്താ ഗുണം, ലാസ്റ്റ് ആകുമ്പോൾ ഈ കെമിസ്ട്രി, കോളജിയും സൂട്ടിക്സ് ലാസ്റ്റായിട്ട് തന്നെ വായിക്കുക. സോ നമുക്ക് നമ്മുടെ എക്സാമിന് പോകുമ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് ഓർത്തിരിക്കാൻ പറ്റും. നമ്മൾ ഒത്തിരി മുന്നോട്ട് പോകുന്ന വായിക്കുന്നില്ല, നമ്മൾ ഈ അടുപ്പിച്ച ടൈമിനോടുകൂടി അടുത്ത് വായിക്കുക. സോ നമുക്ക് എക്സാമിന് പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ വായിക്കുക. അതിൽ 7 ഡേയ്സ് ക്വിക്ക് റിവിഷൻ നോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ ഇടയ്ക്ക് അങ്ങനെയൊക്കെ നമുക്ക് ടൈം കിട്ടുമ്പോൾ നമുക്ക് പഠിച്ച് ബോറാകുമ്പോൾ ജസ്റ്റ് നോട്ടുകൾ, ജസ്റ്റ് റിവിഷൻ നോട്ടുകൾ നോക്കിയിട്ട് നമുക്ക് ചെറിയ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെഗുലർ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അത് അറ്റംപ്റ്റ് ചെയ്യുക. കാരണം ഇത് നിങ്ങൾ ആദ്യമേ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മളൊരു എക്സാമിൽ ഇപ്പോൾ പറഞ്ഞല്ലോ റിവൈസ് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ നമ്മളൊരു അവസാനത്തെ ഒരു 10 to 15 ഡേയ്സ്, അവസാനത്തെ ഒരു 15 ഡേയ്സ് എന്തായാലും ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വെച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സാമിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും, മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാൻ പറ്റും, ഇമ്പ്രൂവ് വീക്ക് ടോപ്പിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, എക്സാമിന് ഇത്ര നമുക്ക് ടൈം വെച്ചിട്ടാണ് എക്സാം നടത്തുന്നത്, ആ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, അതിലെവിടെയാണ് ഏത് ഏരിയയിലാണ് കൂടുതൽ തെറ്റ് വരുന്നത് അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു എക്സാം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. സോ ഞാൻ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് മോക്ക് ടെസ്റ്റ് മാക്സിമം കിട്ടുന്നൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡെയിലി എന്തായാലും മിനിമം ഒരു 2 മോക്ക് ടെസ്റ്റെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അതാണ് എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയത്. അവസാനമായപ്പോൾ റിവൈസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ കുറച്ച് ദിവസം ഒരു 15-20 ദിവസം ആ ടൈം വരെ ഞാനൊന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ റിവൈസ് എല്ലാം പഠിച്ച സമയത്ത് നമ്മൾ ഈ കോളജി, ഈ സൂട്ടിക്സിന് ഞാൻ 4 ദിവസം വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള സബ്ജക്റ്റ് 2 ദിവസം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോളജി സൂട്ടിക്സും കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഞാൻ 4 ദിവസം വെച്ച് പഠിച്ച് അവസാനമായി കഴിഞ്ഞപ്പോൾ റിവൈസ് ചെയ്യാൻ എനിക്ക് കിട്ടുന്ന ടൈമിൽ മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഏറ്റവും അവസാനമാണ് കോളേജ് ഞാൻ റിവൈസ് ചെയ്തത്. അതെനിക്ക് എക്സാമിന് കോളേജിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വന്നു, അപ്പോൾ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ഞാൻ ഒരു ദിവസം 2 മോക്ക് ടെസ്റ്റെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. GDCയുടെ ഒക്കെ GDC ചാനലൊക്കെ ഉണ്ട്, അവർക്കിടയൊക്കെ ടെലഗ്രാം ചാനലൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഹിന്ദിയിലാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ അവരുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ വരുന്ന ടൈമിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ചാനലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു കാര്യം മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മാസം ടൈമിനുള്ളിൽ നമ്മളിത് അറ്റൻഡ് ചെയ്യണമെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്കിത് ഒരു മാസമേ സമയമുള്ളൂ അല്ലേ. ആ ഒരു മാസം നിങ്ങൾ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്കൊരു ജോലി സെറ്റ് ആവുമല്ലോ. സോ എനിക്ക് പഠിക്കുന്ന സമയത്ത് ഒത്തിരി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 വയസ്സായ കുട്ടിയുണ്ട്. അപ്പോൾ അവളെയും കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കുട്ടിയെ കൊണ്ട് പഠിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. സോ ആ ഒരു കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോരോ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ അടുത്തേക്കായിരിക്കും ഓടി വരുന്നത്. സോ നമുക്ക് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ അമ്മയായിരുന്നു എന്നെ മാക്സിമം ഹെൽപ്പ് ചെയ്തിരുന്നത്. അമ്മയുടെ കയ്യിൽ അവളെ കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അവളുടെ കാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ ആ ഒരു കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. സോ ഈ സമയത്ത് അതിലൊത്തിരി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ആ ഒരു സമയത്ത് മാക്സിമം
മാക്സിമം നന്നായിട്ട് പഠിക്കുക. ആ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ഈ പ്രാവശ്യം എയിംസ് ക്രാക്ക് ചെയ്തേ പറ്റൂ. നമുക്ക് കറക്റ്റായിട്ടുള്ള വിഷൻ നമുക്ക് വേണം. നമ്മൾ ഈ മാസത്തിനുള്ളിൽ ഇത് ക്രാക്ക് ചെയ്തേ പറ്റൂ, നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എവിടെ വേണമെങ്കിലും പോകാം. ജോലി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെ ഫംഗ്ഷൻ വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു മാസ ടൈം നമ്മൾ മാക്സിമം ഇതിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറയുക. സോ നിങ്ങൾ 2-3 hour എന്ന് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും 2-3 hourലൊന്നും നടക്കത്തില്ല. കുറച്ച് ടൈം കൂടുതൽ തന്നെ കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ മോർണിംഗിൽ കുറച്ചിരുന്ന് പഠിക്കുക, അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ പഠിക്കുക, വൈകിട്ട് പഠിക്കുക. നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണോ, അങ്ങനെ വർക്കിംഗ് പേഴ്സൺ ആണോ, എന്നാൽ പിന്നെ നിങ്ങൾ മോർണിംഗിൽ നേരത്തെ എഴുന്നേൽക്കുക. ഒരു 5 o'clock എഴുന്നേറ്റിട്ട് ഒരു 8 o'clock വരെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഫ്രീ അവർ കിട്ടുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക. ലൈക്ക് നിങ്ങൾ ജോലിയുടെ സമയത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ അവറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പഠിക്കുക, രാത്രി ലേറ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. സോ ഇതൊക്കെ ടൈം കണ്ടെത്തുക, അതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് കുറച്ചും ടൈം കണ്ടെത്താൻ പറ്റും. ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. കുട്ടിയുള്ളവർ അവർക്ക് അത് നിങ്ങൾ കുട്ടികളെ ഉറങ്ങുന്ന ടൈമൊക്കെ ഉണ്ടല്ലോ, ആ ടൈമിലൊക്കെ പഠിക്കുക, നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക, വൈകിട്ട് അവരെ നേരത്തെ ഉറക്കിയിട്ട് വൈകിട്ട് ഇരുന്ന് രാത്രി ഇരുന്ന് പഠിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുടെയും ഹെൽപ്പ് ചോദിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്താണ് അത്ര മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പഠിക്കുക. സോ നിങ്ങൾക്ക് എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കുക എനിക്കിത് മേടിക്കാൻ പറ്റണം, എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മൈൻഡിൽ തന്നെ ഉറപ്പിച്ച് വയ്ക്കുക. പിന്നെ കുറച്ചൊക്കെ പ്രാർത്ഥിച്ച് പഠിക്കാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും നമുക്ക് വേണമല്ലോ. സോ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ പഠിച്ച സമയത്ത് എപ്പോഴും ഞാൻ എന്താ പറയുക ദൈവമായിട്ട് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. സോ എനിക്ക് നമ്മളൊക്കെ ദൈവമായിട്ടൊരു കണക്ഷൻ സ്ഥാപിക്കുക, ദൈവത്തിനൊരു അനുഗ്രഹം മേടിക്കുക. അതുപോലെ തന്നെ വീട്ടുകാർക്കുടെ സപ്പോർട്ട് ഉണ്ടാവണം. വീട്ടുകാരോടും പറയുക ഇങ്ങനെ എനിക്കിത് മേടിച്ചേ പറ്റൂ, നിങ്ങളെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയുക. സോ അങ്ങനെ 1 month കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുക, എല്ലാ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദൈവം അതിന് കൂടെ നിൽക്കും, സാധിക്കും. ഓക്കെ, ഈസി നമ്മൾ എക്സാം ഡേയിൽ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു എക്സാം ഡേ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ ഒരു 20 questions നമ്മൾ വരുന്നതെന്ന് പറഞ്ഞില്ലേ ഒരു സെറ്റിൽ. ഈ 20 questions വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയുന്നില്ല. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം, നമ്മൾ ആൻസർ ചെയ്തു. 2ാമത്തെ ക്വസ്റ്റ്യൻ അറിയാം, ആൻസർ ചെയ്തു. 3ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നില്ല, അപ്പോൾ നമ്മൾ അവിടെ വിട്ടേക്കുക, ലീവ് ചെയ്യുക. ഓക്കെ, സോ അവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ പിന്നീട് മാർക്ക് ചെയ്യാമെന്നോ അങ്ങനെ എന്തൊരു ഓപ്ഷൻ അതിലുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ ഇട്ടിട്ട് വിട്ടേക്കുക, അല്ലെങ്കിൽ അവിടെ ലീവ് ചെയ്യുക. 4ാമത്തെ ക്വസ്റ്റ്യൻ അറിയാം, അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ എന്ത് ചെയ്തേക്കുവാണ്, നമ്മൾ ഇത് ചെയ്തിട്ടില്ല അല്ലേ, ഇത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നമ്മൾ പിന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻസിൽ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം കുറേ T-half കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കാൽക്കുലേഷൻസ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ടൈം വെച്ചേക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വേഗം തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്ത് വയ്ക്കുക. സോ എന്നിട്ട് നമുക്ക് കുറച്ച് ടൈം കിട്ടുമല്ലോ, ആ ടൈമിനുള്ളിൽ വന്നിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക കേട്ടോ. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 20 സെറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങ് പോകും. പിന്നെ അടുത്ത 20 സെറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരിക, 20 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റാണ് വരിക. ഓക്കെ, സോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പറ്റുക, തിരിച്ച് മറ്റേ ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ബ്ലൈൻഡായിട്ട് ഒരിക്കലും നിങ്ങൾ ഗസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ഒട്ടും ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. കാരണം നമുക്ക് ഉറപ്പില്ലാത്തത് വെറുതെ ഒരു മാർക്കിന് നമ്മൾ നെഗറ്റീവ് ഇട്ടിട്ട് ഒരു കാര്യം നമുക്കില്ല. നമ്മുടെ റാങ്കിൽ നമ്മൾ പുറകോട്ടേ പോകത്തുള്ളൂ. നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ചെയ്യുക, ബ്ലൈൻഡായിട്ട് ഗസ് ചെയ്യാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് മാർക്കിങ് 1 മാർക്ക് വെച്ച് നമുക്കുണ്ട്, 0.25 മാർക്കിങ് അല്ല വരിക കേട്ടോ, -1 മാർക്കാണ് വരിക. സോ ബ്ലൈൻഡായിട്ട് ഗസ് ചെയ്യാതിരിക്കുക, ടൈം നന്നായിട്ട് മാനേജ് ചെയ്യുക, ടെൻഷൻ മാക്സിമം കുറയ്ക്കുക, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ അറ്റൻഡ് ചെയ്യുക. എല്ലാവരും ഒരേ രീതിയിൽ ഇരുന്നിട്ട് ഒരേ ടൈം പീരീഡിൽ ഇരുന്നിട്ടാണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത്ര സമയം കിട്ടുന്നുള്ളൂ, എല്ലാവരും ഇത്രയും വായിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട്, MCQs ട്രൈ ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോയി ഇന്ന് ഈസി ആയിട്ട് അറ്റൻഡ് ആവുന്നുള്ളൂ. അപ്പോൾ അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്തിട്ട് വരിക, പിന്നെ ബ്ലൈൻഡായിട്ട് ആൻസർ ചെയ്യാതിരിക്കുക, ഈസിയാണ്. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു കേസ് പറയുന്നത് നോൺ ഫാർമയുടെ ഒരു പോർഷനോടെ ഞാൻ ഇതിലൊന്നും പറഞ്ഞില്ലായിരുന്നു, അത് പറയാം. നമുക്ക് നോൺ ഫാർമ പോർഷനും ഉണ്ട് കേട്ടോ, ഫാർമയുടെ ഒപ്പം തന്നെ നോൺ ഫാർമ പോർഷനും വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് നോൺ ഫാർമയുടെ ഒത്തിരി സിലബസും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോൺ ഫാർമയിൽ. കമ്പ്യൂട്ടറിൽ നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന് മുന്നേ ഉണ്ടായ പോർഷനിലേക്ക് ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്ന എക്സാമിന് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായില്ല. ഓക്കെ, പക്ഷേ നമുക്ക് ചോദിക്കാം, കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻ വരാം. 2ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്
നമുക്ക് ഒത്തിരി എന്താ GK ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. GK ക്വസ്റ്റ്യൻസ്, ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അത് ജോഗ്രഫി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം, ഹിസ്റ്ററി ബേസ്ഡ് വരാം, സ്പോർട്സിൽ നിന്നൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാറുണ്ട് സ്പോർട്സ്. അങ്ങനത്തെ പിന്നെ അത് ഫ്രീഡം സ്ട്രഗിൾ ഉണ്ട്. കറൻറ്റ് അഫെയർ നോക്കിയിട്ട് പോവുക. നമ്മളിപ്പോൾ എക്സാമിന് മുന്നേ ഉള്ള 3 മാസത്തെ കറൻറ്റ് അഫെയർ എന്തായാലും നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ എഴുതി നോട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാം നടക്കുന്നത് സപ്പോസ് ഏപ്രിലാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അതുവരെയുള്ള കറൻറ്റ് അഫെയർസ് എന്തായാലും നോക്കിയിട്ട് തന്നെ പോവുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സ്പോർട്സ്, ഹിസ്റ്ററി, കറൻറ്റ് അഫെയർസ്, നോബൽ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും അവാർഡുകൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. GK ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് പോവുക. ലൈക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും, മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, LCM അങ്ങനെ എന്താണ് മാത്തമാറ്റിക്സ് ഓപ്പറേഷനിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സിമിലാരിറ്റീസ്, ഡിഫറൻസസ് ഉണ്ട്, അതുപോലെ അസംഷൻസ് ഉണ്ട്. നമ്മൾ ടൈം വെലോസിറ്റി കണ്ടുപിടിക്കത്തില്ലേ, ട്രെയിനിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ വരുന്നത് കേട്ടോ. വെലോസിറ്റി, ടൈം, പിന്നെ ബോട്ടിൻ്റെയൊക്കെ സ്പീഡും വെലോസിറ്റിയൊക്കെ ഒരേ ഇതിൽ പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ അങ്ങനത്തെ സ്പീഡും കാര്യങ്ങളൊക്കെ അതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രൊപ്പോർഷൻസ്, റേഷ്യോ, പെർസെൻറ്റേജ് കാൽക്കുലേഷൻ, ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അസംഷൻസ്, അങ്ങനത്തെ റിലേഷൻഷിപ്പുകൾ, ഒരാൾ ഇപ്പം എക്സിൻ്റെ ബ്രദറാണ് വൈ, അങ്ങനെയൊക്കെ പറഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഇല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. നോൺ ഫാർമ പോർഷൻ നിങ്ങൾ വിടണ്ട, നിങ്ങളത് പഠിച്ചിട്ട് തന്നെ പോവുക. GK 3 മാസത്തെ കറൻറ്റ് അഫെയർ പ്രിപ്പയർ ചെയ്യുക. ഒരു ഇമ്പോർട്ടൻറ്റ് GK ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നോൺ ഫാർമ പോർഷനും ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നോട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറൻറ്റ് അഫെയറിൻ്റെ ഒക്കെ നോട്ട് 3 മാസത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വായിച്ചിട്ടാണ് പോയത്. റിലേഷൻഷിപ്പിൻ്റെ അതിലേക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനൊക്കെ ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ. നിങ്ങൾ അതുകൊണ്ട് നോക്കാം. ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്നൊരു കാര്യം, റിവൈസ് ചെയ്യണം നിങ്ങൾ. ഒരു മാസം ടൈം ഉണ്ടല്ലോ, ആ ടൈമിനുള്ളിൽ പുതിയതായിട്ട് പഠിക്കാൻ പോകരുത് കേട്ടോ. നിങ്ങൾ അതിന് മുന്നേ പഠിക്കുക. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ആ ഒരു മാസത്തിൽ പിന്നെ പുതിയ ഒരു കാര്യം, നോട്ടോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോകരുത്. കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. നമ്മൾ ഒരു നോട്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതുപോലെ ഹെൽത്ത് നെഗ്ലക്റ്റ് ചെയ്ത് നമ്മൾ ഓവറായിട്ട് പഠിച്ച് അങ്ങനെ നമ്മൾ ഹെൽത്ത് കളയണ ഒരു പരിപാടി അങ്ങനെ പറ്റില്ല. കാരണം ഹെൽത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഹെൽത്ത് അല്ലേ, പരീക്ഷ നമ്മൾ പ്രോപ്പറായിട്ട് എഴുതാൻ നമ്മൾ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഹെൽത്ത് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ പോവുക. പാനിക്കാവാതിരിക്കുക. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഇത് പഠിച്ചില്ല, അത് പഠിച്ചില്ല, വീക്ക് ഏരിയാസ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാനിക്കാവരുത്. മാക്സിമം മാർക്ക് നമുക്ക് കിട്ടും, നമുക്ക് സക്സസ് ആവാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ പോയിരുന്ന് എക്സാം എഴുതുക. ഇതാണ് എൻ്റെ ഒരു ഓവറോളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ്, എയിംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്കെല്ലാവരും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിച്ചാണ്. കാരണം ഇങ്ങനെ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറേ ഡിഫിക്കൽട്ടീസൊക്കെ ഫേസ് ചെയ്തായിരുന്നു. MCQs കിട്ടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജോബ് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നുണ്ടായില്ല പ്രോപ്പറായിട്ട്. നമുക്ക് എല്ലാ ഗവൺമെൻറ് ജോബിൻ്റെ വേക്കൻസികളും കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല സത്യത്തിൽ. അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, എല്ലാവർക്കും എല്ലാം മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.